കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളും ഹിന്ദി വെബ് വിലാസങ്ങളിലേക്ക് മാറുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇംഗ്ലീഷ് സൈറ്റിന് ഹിന്ദി URL ആണ് ഉപയോഗിക്കുന്നത്. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്ന നടപടിയെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ശക്തമായി എതിർക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ നടപടി. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ശക്തമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിനായി ടൈപ്പ് ചെയ്താൽ ലഭിക്കുന്നത് ഹിന്ദി URL ആണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വെബ് വിലാസം ഹിന്ദി ഡൊമൈനിലേക്ക് മാറിക്കഴിഞ്ഞു. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള നടപടി നരേന്ദ്രമോദി സർക്കാർ എല്ലാ മേഖലയിലും നടപ്പാക്കി വരികയാണ്. കുട്ടികളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളിൽ പോലും NCERT ഹിന്ദി തലക്കെട്ട് ഉപയോഗിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും ഹിന്ദി ഡൊമൈനിലേക്ക് മാറുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇംഗ്ലീഷ് സൈറ്റിന് ഹിന്ദി URL ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ MHA.government.in എന്ന് ടൈപ്പ് ചെയ്താൽ ഹിന്ദി URLേക്കാണ് പോകുക. MHA എന്ന് ഗൂഗിളിൽ തിരഞ്ഞാലും ആദ്യം ദൃശ്യമാകുന്നത് ഹിന്ദി സൈറ്റാണ്. grahkarik.sarkar.bharat/en എന്നാണ് നിലവിലെ ഹിന്ദിയിലെ URL. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്ന നയത്തിനെതിരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോഴാണ് RSS അജണ്ട നടപ്പാക്കാനുള്ള കേന്ദ്ര തീരുമാനം. 2019 കണക്കനുസരിച്ച് 43% ഇന്ത്യക്കാർ ഹിന്ദി സംസാരിക്കുമെങ്കിലും ഹിന്ദി ഭാഷാ വായനക്കാരുടെ എണ്ണം കുറവാണ്. കേരളം, തമിഴ്നാട്, കർണാടകം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഭാഷ ഉപയോഗിക്കുന്നതും പരിമിതമാണ്. പാർലമെന്റിൽ ഡോക്ടർ ജോംബിട്ടാസ് എംപി ഉൾപ്പെടെയുള്ള കേരള, തമിഴ്നാട് അംഗങ്ങൾ കേന്ദ്ര നീക്കത്തെ ശക്തമായി എതിർത്തിരുന്നു. തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഹിന്ദിയിൽ മറുപടി നൽകിയ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിന് ഡോക്ടർ ജോംബിട്ടാസ് എംപി മലയാളത്തിൽ കത്തയച്ച് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.